ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു വ്യത്യസ്തമായൊരു വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഇത് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ മാസ്റ്റർ മൈൻഡ് മാനു എന്നൊക്കെ പറയാം. അപ്പോൾ ഇന്ന് മനു എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ശരി നമുക്ക് ഒരുമിച്ചൊരു വീഡിയോ ചെയ്യാം. കുറേ നാളത്തെ ഞങ്ങളൊരു ആഗ്രഹമായിരുന്നു ഒരുമിച്ചൊരു വീഡിയോ ചെയ്യാം എന്നുള്ളത്. സാധാരണ ഞങ്ങൾ ലൈവ് വന്നാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഒരു പ്രത്യേകത, ഇതിൻ്റെ പകുതി മാത്രമേ എൻ്റെ ചാനലിൽ കാണുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കാണുകയുള്ളൂ. ബാക്കി പകുതി എൻ്റെ ചാനലിലേക്ക് മനുവിൻ്റെ ചാനലിലേക്ക് പോയി കാണേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു സ്പെഷ്യൽ വിശേഷം വേറെ ഒന്നുമല്ല. ആദ്യം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ശരിക്കും തുടങ്ങിയ പോലെ തന്നെ വ്യത്യസ്തമാണ്. ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു ആശയം നിങ്ങൾ കണ്ടിട്ടേ ഇല്ല? ഇല്ല, ഞാൻ അങ്ങനെ ഒരുമിച്ച് വീഡിയോ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു സിജോയും അനന്തും കൂടി അനന്തുവിൻ്റെ വീട്ടിൽ പോയി ചെയ്ത വീഡിയോ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് പിന്നെ വേറെ ടോപ്പിക് ഒന്നും അല്ലല്ലോ, പ്രശ്നമല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ടോപ്പിക് എടുത്ത് സംസാരിക്കുമെന്നിങ്ങനെ ഒരു സംവാദം വന്നപ്പോൾ ശരി, ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന സാധനം എന്ന് പറയുന്നത് ബിഗ് ബോസ് ആണല്ലോ. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും മെയിനായിട്ട് മനു പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ രണ്ടുപേരുടെ ആശയങ്ങൾ തമ്മിൽ ഒട്ടും യോജിച്ച് പോകാത്ത ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അതിലെ കണ്ടസ്റ്റൻസിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കാം. ഒരേപോലെയൊക്കെ വരുവാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. പക്ഷേ ഒരു സാധ്യതയില്ല, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. സോ അപ്പം നമുക്ക് മനുവിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് സീസൺ 7 മലയാളം റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 19 കണ്ടസ്റ്റൻസ് ആണ് അതിനകത്തേക്ക് പോയത്. ഓരോ കണ്ടസ്റ്റൻസിനെയും കുറിച്ചിട്ട് ഞങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ കണ്ടസ്റ്റൻറ്റ് പിടിക്കാം. ആദ്യം അഭിലാഷിനെ കുറിച്ച് എന്താ അഭിപ്രായം? അബിയെക്കുറിച്ച് പറയുവാണെങ്കിൽ, അബി പേഴ്സണലി ഞങ്ങൾ ഒരു ടൂർണമെൻറ്റ് ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. സോ ആ ഒരു പരിചയമുണ്ട് അബിയുമായിട്ട്. എനിക്ക് അബി ഒരു ചൂടനായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോയി തലയിട്ടിട്ട് പിന്നെ അത് തെറ്റാണെന്ന് മനസ്സിലാകുമ്പോൾ വന്ന് സോറി പറയുന്നു. അങ്ങനത്തെ പക്ഷേ ഒരു നല്ല പേഴ്സണാലിറ്റിയാണ് അബിക്കുള്ളത്. നല്ലൊരു ജെന്യുവൻ പേഴ്സണാലിറ്റിയാണ്. ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്ന് വന്ന ഒരാളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ അനുഭവങ്ങളാണല്ലോ നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തോന്നലാണ് എനിക്കുള്ളത്. അബിയെക്കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ, പുള്ളി ആവശ്യമില്ലാതെ ഒരു പ്രശ്നത്തിൽ കയറി നീ ആരടാ, നീ മറിച്ചവനടാ. അതായത് സ്ക്രീൻ സ്പേസിന് വേണ്ടി വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്ന പോലെ എനിക്ക് തോന്നി. ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പുള്ളി എന്നോട് ചാറ്റിലൂടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ ഈ പറഞ്ഞ പോലെ തന്നെ ആൾ ജെന്യുവനാണ്. പക്ഷേ ഈ സീസണിലെ എല്ലാവരുടെയും കുഴപ്പം സ്ക്രീൻ സ്പേസ് എന്നൊരു സാധനമാണ് എല്ലാത്തിൻ്റെ തലയ്ക്കുന്നത്. അബി ലാലേട്ടൻ നിൽക്കുമ്പോഴും അനീഷിനോട് കയറി അനാവശ്യമായിട്ട് റീസാകുന്നു. ആ കലിപ്പൻ്റെ കാന്താരി എന്നുള്ള കോൺസെപ്റ്റ് മാറ്റി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ല, ഇനി വേറെ അബിക്ക് വേണ്ടിയല്ല സംസാരിച്ചിട്ടുള്ളത് ഇതുവരെ. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. പക്ഷേ ക്യാപ്റ്റനാണ് നല്ലതായിരിക്കും. അതെ, മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അതിനകത്ത് ഒരു മിക്കവാറും കാര്യങ്ങളൊക്കെ അബിയുടെ ഒരു തെറ്റിദ്ധാരണയായിരിക്കും. സ്വാഭാവികമായിട്ടും അബി സോറി പറയേണ്ടി വരുവാണ്. മിക്കവാറും സംഭവിക്കുന്നത് അങ്ങനെയാണ്. ഇതാണ് അബിയെക്കുറിച്ച് എനിക്കുള്ള കാഴ്ചപ്പാടും മനുവിൻ്റെ കാഴ്ചപ്പാടും. എനിക്കും അത് തന്നെ, അബിയെക്കുറിച്ച് അത് തന്നെ. അടുത്തത് ആദില നൂറ. സത്യസന്ധമായിട്ടുള്ള റിവ്യൂ എനിക്കാണ്, സത്യസന്ധമായിട്ടുള്ള റിവ്യൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 കണ്ടസ്റ്റൻസ് ആണ്. പക്ഷേ അവർ ഒരുപാട് കാര്യങ്ങളൊന്നും അവിടെ ചെയ്യുന്നില്ലെങ്കിൽ പോലും കണ്ടിരിക്കാൻ രസമുള്ള 2 കണ്ടസ്റ്റൻസ്. 2 കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. പൂമ്പാറ്റ. അതെ, ശരിക്കും പൂമ്പാറ്റകൾ തന്നെ. അവിടെ ഇങ്ങനെ പാറി നടക്കുന്ന 2 പൂമ്പാറ്റകൾ. ഏതുവരെ പോകുന്നു നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ്. എനിക്ക് പറയുകയാണെങ്കിൽ, ആദില നൂറ രണ്ടുപേരും ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അവർക്ക് മറ്റാർക്കും ഇല്ലാത്തൊരു എക്സ്ട്രാ പവർ അതിനകത്തുണ്ട്. അവർക്ക് ഇമോഷണലി വീണ് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ട്. അവരെ ആരെങ്കിലും ആക്രമിച്ച് കഴിഞ്ഞാൽ തിരിച്ച് സംസാരിക്കാൻ ഒരാളുണ്ട്. പക്ഷേ അതിൻ്റേതായ ഒരു സാധനം അവരെ അതിനകത്ത് കാണിക്കുന്നില്ല. പിന്നെ അതിനകത്ത് നൂറെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നൂറെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പുള്ളിക്കാരി ആദിലേനെ ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നു. പക്ഷെ ഇവർ തമ്മിൽ എന്തൊക്കെയോ ചില സ്വരച്ചേർച്ചകൾ ഫീൽ ചെയ്യുന്നു. അതിനി ഡ്രാമയാണോ അതോ ശരിക്കും സംഭവിച്ചാണോ എന്നറിയില്ല. എന്നാലും അധിക നാള് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഒരു ക്യൂട്ട്നെസ് മാത്രം പോരല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അവിടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണമല്ലോ. പക്ഷെ കോൺട്രിബ്യൂഷൻ അങ്ങനെ വലുതായിട്ട് വരുന്നില്ല. ഇപ്പോഴത്തെ ഒരു വീക്ഷണകോണം വെച്ചിട്ട് ഒന്നുകിൽ കണ്ടന്റിന് വേണ്ടി അവർ തമ്മിൽ ഒരു വഴക്ക് അവർ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്വയമേ തല്ലിപ്പിരിയുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു ഒരു എന്തോ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഒരൊറ്റ ആഗ്രഹം, സ്വയം തല്ലിപ്പിരിയാതിരിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തേത് അക്ബർ. എന്ത് പറയാൻ, അക്ബറിനെ ഞാൻ പറയാം. എനിക്ക് അക്ബറിനെ ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ്. എനിക്ക് ഇഷ്ടമല്ലോ, ഇഷ്ടമില്ലാകില്ല, ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അക്ബറിനെ കുറിച്ച് എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ. എനിക്ക് അക്ബറിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അക്ബർ ഭയങ്കര ബ്രില്യൻ പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശരിക്കും ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ്. ഷാനവാസിൻ്റെ ആ കേസിനകത്ത് ഷാനവാസിനെ പിടിച്ച് അകത്തിട്ട് മുൻഷീനെ പിടിച്ച് വെളിയിലിട്ട് ഷാനവാസിൻ്റെ വായിൽ നിന്ന് ഞാനത് ഉറങ്ങിയിട്ടില്ലെന്ന് പറയിച്ച് ആ സാധനം ഒരു സീനാക്കി. അങ്ങനെ അക്ബർ വമ്പനൊരു ഗെയിം കളിച്ച്. അക്ബറിന് നന്നായിട്ടറിയാം ഷാനവാസ് കോമ്പറ്റീറ്ററാണ്.
പിന്നെ പുള്ളിയുടെ സൈഡിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകുന്ന ചില സാധനങ്ങൾ, മറ്റേ സെപ്റ്റിക് ടാങ്ക്, മറ്റേ ചീത്ത വിളിച്ച കേസ്, അങ്ങനെ കുറേ സീൻ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അക്ബർ ഒരു ബ്രില്യൻ പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ എല്ലാ വിഷയത്തിനും ശരിക്കും അവർക്ക് ഷാനവാസിനെ പുറത്താക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ അത് വേണ്ട വിധ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. അക്ബർ അത്യാവശ്യം ചിന്തിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലെയറിൽ ഒരാളാണ് ആള്. നല്ലൊരു പ്ലെയർ തന്നെ, എനിക്കും ആ ഒരു അഭിപ്രായ വ്യത്യാസമില്ല, നല്ലൊരു പ്ലെയർ തന്നെ. ഇപ്പൊ ഏകദേശം നമ്മളെല്ലാം ഒരുപോലെ വരുന്നില്ലേ, വരത്തില്ല, ശരിയായിക്കോളും. അപ്പോൾ ഏകദേശം അടുത്ത് വരുമ്പോൾ ശരിയാവും. സത്യം, നല്ലൊരു പ്ലെയർ ആണ് അക്ബർ, എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എവിടെയൊക്കെയോ കൈവിട്ട് പോകുന്ന, അതിന് നമ്മുടെ നാവിൽ നിന്ന് പോകുന്ന ചില വാക്കുകൾ അക്ബറിന് പാരയാകുന്നുണ്ടോ എന്നൊരു സംശയം, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തത് കോമണർ അനീഷ്. അനീഷിനെ കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് അനീഷിനെ ശരിക്കും ജെന്യുവൻലി പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. അനീഷിൻ്റെ ഗെയിം ഇഷ്ടമാണ്. ബിഗ് ബോസ് പറയുന്നത് ചുമ്മാ വന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ക്യൂട്ട്നെസ് വാരി വെഴുകി ഇട്ടിട്ട് പോകേണ്ട ഒരു വേദിയല്ല. സർവൈവൽ ഈസ് ദ ഫിറ്റ്നസ് എന്നാണ് അത് അറിയപ്പെടുന്നത് തന്നെ, അല്ലേ? അങ്ങനെയല്ലേ? ഒന്നുമില്ല, ഞാൻ ആ ഫ്രൈസ് കിട്ടുന്ന ഞെട്ടിയതാണ്, പറ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു മോട്ടോ, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർവൈവ് ചെയ്യാൻ വേണ്ടി അനീഷ് മാക്സിമം അവിടെ ശ്രമിക്കുന്നുണ്ട്. ഇനി ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ വർഷവും ചെയ്ത സ്ട്രാറ്റജി തന്നെയാണ്. അത് എനിക്ക് അനീഷിനെ ഇഷ്ടപ്പെടാൻ മെയിൻ കാരണം കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് വിന്നർ ജിൻഡോ ചെയ്തൊരു കാര്യം, ജിൻഡോ കൂടുതൽ ഫോക്കസ് ചെയ്തത് ജാസ്മിനെയും ഗബ്രിയും മാത്രമായിരുന്നു. ബാക്കിയുള്ളവർ ജിൻഡോയിലേക്ക് വരികയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അനീഷ് ഒരൊറ്റയ്ക്ക് നിന്നിട്ട് ബാക്കി 18 പേരെ, അല്ലെങ്കിൽ 18 പേരെയും അങ്ങോട്ട് അടിക്കുകയാണ്. തിരിച്ചടിക്കാൻ വേറെ ആരും ഇല്ല. ഐ മീൻ അനീഷ് തിരിച്ച് ഫേസ് ചെയ്യാൻ അനീഷ് ഒറ്റയ്ക്കേ ഉള്ളൂ, ശരിയല്ലേ? 18 പേരെ അവൻ കണ്ണിങ് ആയിട്ട് അടിക്കുന്നുണ്ട്. അത് പറയേണ്ട പോയിന്റ്. പിന്നെ വേറൊരു കാര്യം, എനിക്ക് തോന്നുന്നു ഇതുവരെയും അനീഷ് മാത്രമാണ് അവിടെ പ്രോപ്പർ മലയാളം പറഞ്ഞ് ഗെയിം കളിച്ചിട്ടുള്ളൂ. മലയാളം ബിഗ് ബോസിനകത്ത് മലയാളം പറഞ്ഞ് ഗെയിം കളിച്ച ഒരേ ഒരു കണ്ടസ്റ്റന്റ് അനീഷ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷും ഒക്കെ കയറ്റി പോകുന്നുണ്ട്. അനീഷ് പക്ക അങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അനീഷിനെ കുറിച്ച് പറയുവാണെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം, അത് ബിഗ് ബോസ് ചോദിച്ചതുകൊണ്ട് പറഞ്ഞതാണെങ്കിൽ പോലും അനീഷ് അത് പറയാൻ പാടില്ലെന്ന്. പകരം ഓക്കെ, എനിക്ക് അവർ കളിച്ചതിൽ ഷാനവാസ് അല്ല, അപ്പാനിയുടെയും അനുമോളുടെയും കേസാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് അനീഷിന്റെ ഭാഗത്ത് നിന്ന് ഒരു ന്യായീകരിക്കാൻ തോന്നുന്നില്ല. അനീഷിനെ പെടുത്തുന്ന ഒരു സാധനത്തിലേക്ക് ഞാൻ വരാം. ഞാൻ എൻ്റെ പറഞ്ഞോളൂ. അനീഷിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, പുള്ളി റോബിൻ തുടങ്ങിയ സ്ട്രാറ്റജി എല്ലാ സീസണിലും കണ്ടിന്യൂ ചെയ്യുന്നു. അതേ സാധനം പുള്ളി വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. പുള്ളി റൂൾസ് പക്കയായിട്ട് പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം പുള്ളിയുടെ ആ നടനട കാണുമ്പോൾ കലി വരും. പുള്ളി പറഞ്ഞ സാധനം പറയും, ബാക്കി അവൻ എന്ത് പറഞ്ഞാലും സീനില്ല. അതൊക്കെ ഒരുമാതിരി വൃത്തികെട്ട പ്രൊവോക്കിംഗ് ആണ്. ഈ പ്രൊവോക്കിങ്ങിൽ ബാക്കിയുള്ള 19 പൊട്ടന്മാർ വീഴുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. ഈ ലാലേട്ടൻ വന്നിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞ് അവൻ്റെ ഗെയിമിന് ഓപ്പോസിറ്റ് കളിക്കുന്നത്, എന്നിട്ട് പോലും മനസ്സിലാകാതെ അവൻ്റെ വള്ളി പിടിച്ച് അവൻ രാവിലെ എണീക്കുമ്പോൾ പുള്ളി ഒരു വഴക്കുണ്ടാക്കും. ആ വഴക്ക് ലൈവിൽ പോകുന്ന പുള്ളിക്കറിയാം. ഉച്ചയ്ക്ക് 3 നേരം പുള്ളി ഓരോ സീൻ ഉണ്ടാക്കും. ആ സീൻ ഔട്ട് പോകുമെന്നറിയാം. അത് കൂടെ കളിക്കുന്ന അത്രയും എണ്ണത്തിനും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. ഇനി അനീഷിന്റെ സീനിലേക്ക് നമ്മൾ വരുമ്പോഴത്തേനും മറ്റേ 1, 2, 3 റാങ്ക് ചെയ്ത ടാസ്ക്, അതിനകത്താണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസം. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി. അല്ല, അതിനകത്ത് എനിക്ക് ശരിക്കും ഈ കണ്ടസ്റ്റൻസ് ചെയ്തത് മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ അവർക്ക് വേണ്ടത് ഭക്ഷണവും ഡ്രസ്സുമായിരുന്നു. ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. സ്ഥാനം ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് ആദ്യത്തെ 1ാം സ്ഥാനം വരുന്ന ആൾക്ക് 20 സെക്കൻഡ് സമയമുണ്ട് പണിപ്പുരയിൽ കയറാൻ. 2ാം സ്ഥാനം വരുന്ന ആൾക്ക് 15 സെക്കൻഡ്. 3ാം സ്ഥാനം മുതൽ ബാക്കി 19 വരെയും 10 സെക്കൻഡ്. അപ്പോൾ അതിനകത്ത് ഇവർക്ക് വേണ്ടത്, ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഭക്ഷണവും വസ്ത്രവുമാണ്. അപ്പോൾ ഭക്ഷണം ഇവർക്കൊരു റേഷൻ പോലെയാണ് കിട്ടുന്നത്. കിട്ടിയാൽ അതിനിടയിൽ കൂടി നെവിൻ പോയിട്ട് തക്കാളി അടിച്ചു മാറ്റുന്നു, രാത്രി പലതും അടിച്ചു മാറ്റി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് പലതും തികയാറില്ല. അതിനവിടെ മുറിവെറുപ്പ് നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അനീഷിനെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അനീഷിന് വേണമെങ്കിൽ ആ ഒരു 1ാം സ്ഥാനം കൊടുത്തതിന് ശേഷം അനീഷ് 20 സെക്കൻഡ് അനീഷ് എങ്ങനെ വേണമെങ്കിലും അത് യൂട്ടിലൈസ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ബാക്കി എല്ലാവർക്കും 2ാമത്തെ സ്ഥാനം കിട്ടിയ ആൾക്ക് 15 സെക്കൻഡ്, ബാക്കി 19 വരെ കിട്ടിയ ആൾക്കാർക്കും 10 സെക്കൻഡ് വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് അവരുടെ പ്രോപ്പർട്ടി എങ്കിലും എടുത്തിട്ട് തിരിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരത് ചെയ്തില്ലെന്ന് മാത്രമല്ല, അവിടെ അനീഷിന് മുൻപിൽ താഴ്ന്നു കൊടുത്തില്ല എന്നാണ് അവർ പറയുന്നത്. എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം സർവൈവ് ചെയ്യാൻ അവർക്ക് കിട്ടിയ അവസരം അവർ കളഞ്ഞു കുളിച്ചിട്ട് ഒരാളുടെ മുമ്പിൽ മറ്റേ ഈഗോ അല്ലെങ്കിൽ മറ്റേ മസിൽ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിനകത്ത് എനിക്ക് നേരെ വിപരീത അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, അനീഷിന് ആ ടാസ്ക് ജയിച്ച് കഴിയുമ്പോൾ 1ാമത് നിൽക്കുന്ന ആളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അത്ര എണ്ണം തേയും. 2ാമത്തത് ഫുഡ് പോയാലും കുഴപ്പമില്ല, ഡ്രസ്സ് പോയാലും കുഴപ്പമില്ല, അവൻ ഒരുത്തിന് വേണ്ടി 19 പേരും താന്നു കൊടുക്കുന്നത് ശരിയല്ല എന്നൊരു ഡിസിഷനാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അടുത്തൊരു കേസ്, ഇപ്പോൾ അത് അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഒരു ടാസ്ക് തരുക, പോസിബിൾ അല്ല എന്നാലും ബിഗ് ബോസ് ഒരു ടാസ്ക് തരുക, ഫസ്റ്റ് വിന്നറിനെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തിട്ട് അയാളെ ഫസ്റ്റ് വിന്നറായിട്ട് തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് അവിടെ ഇമ്മാതിരി പരിപാടി കാണിക്കും.
സോ ഇപ്പൊ സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മുമ്പോട്ട് എല്ലാ ടാസ്കിലും അനീഷ് ഇതേ സാധനം. അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ അറ്റ് പ്രസന്റ് എന്താണോ 19 പേര് എന്തിന് ബാക്കി 19 പേരുടെ അഭിപ്രായം ഒന്നാ. ഈ ഒരാളെ സപ്പോർട്ട് ചെയ്ത് കയറണമെന്ന് ചിന്തിക്കുന്നതിൽ നല്ലത് മറ്റേ നമ്മളിപ്പോ റീലി കാണുമല്ലോ ഈഗോ, ആ സാധനം പിടിച്ചിരിക്കുന്നതാണ് സെറ്റ് എന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നുന്ന സാധനം തീർച്ചയായിട്ടും, കാരണം ഇത് ഞങ്ങൾ രണ്ടും തമ്മിൽ ഇത് ഭയങ്കര സംസാരമായ സാധനമാണ്. എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെയാണ്. കാരണം അവർ സർവൈവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ അവർ മിസ്യൂസ് ചെയ്തു. എന്നിട്ട് ഇയാളുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ പറ്റില്ല. സെൽഫ് റെസ്പെക്ട് എല്ലാവർക്കും ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാൽ പോലും സെൽഫ് റെസ്പെക്ട് ചില സമയങ്ങളിൽ. നിങ്ങളായിരുന്നു ഇപ്പൊ ആ സ്ഥാനത്തെങ്കിൽ അപ്പൊ അനീഷ്, എന്റെ അഭിപ്രായം ഇതായിരിക്കും ഉറപ്പായിട്ടും. കാരണം അവിടെ ക്യാപ്റ്റൻ ആണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. എന്റെ അഭിപ്രായം ഇതായിരിക്കും. ഞാൻ നേരെ തിരിച്ചായിരിക്കും. ഇത് ഞങ്ങൾ തമ്മിൽ എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ആദ്യമായിട്ട് നമ്മൾ എതിരഭിപ്രായം ഈ ഒരു കാര്യത്തിലാണ്. അടുത്ത പോട്ടെ, അനുമോൾ പേഴ്സണലി എനിക്ക് അറിയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അനുമോൾ അഭിനയിച്ച ഒരു സീരിയലിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അനുമോളുടെ പേരിന് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്, അരുന്ധതി എന്നുള്ള സീരിയലിൽ. അപ്പോൾ അനുമോളെക്കുറിച്ച് പറയുവാണെങ്കിൽ തുടക്കത്തിൽ അനുമോൾ വന്ന സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യമാണ്. അനുമോൾ സ്റ്റാർ മാജിക്കിലാണെങ്കിലും തൊട്ടാവാടിയാണ്. ഒന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ പോയി കരയുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷേ തുടക്കത്തിൽ അങ്ങനെ ഒരു ഫീൽ വന്നില്ല. എന്നാൽ എന്തോ ഡോക്ടറുടെ വിഷയം വന്നപ്പോഴേക്കും അനുമോൾ നന്നായിട്ട് കരഞ്ഞു. അവിടെ മുതൽ അങ്ങോട്ട് അന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തിട്ടൊക്കെ വന്നതാണ്, ഞാൻ എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. പക്ഷേ അപ്പോഴും വിചാരിച്ചു എനിക്കറിയില്ലായിരിക്കും. പക്ഷേ പിന്നെ അങ്ങോട്ട് കരച്ചിലിൻ്റെ ബഹളമായിരുന്നു. ഇങ്ങനെ തൊട്ടാൽ മതി, അപ്പോൾ പോയിട്ട് ബാത്റൂമിൽ കയറി കരയുന്നു. അതൊരു സുഖമുള്ള പരിപാടിയായിട്ട് തോന്നുന്നു. അനുമോൾ എന്താണെന്നറിയോ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു ഉടനെ ഭിത്തിയുടെ പോയി മറിഞ്ഞു മറ്റേ ഷെമ്മി ഹീറോ ആ സാധനമാണ്. പക്ഷേ വേറൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ 2-3 ദിവസം നമ്മൾ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ, ഞാനായാലും മനുവായാലും വീഡിയോ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഞാൻ എപ്പിസോഡ് കാണാറുണ്ട്. മനു സമയം കിട്ടുമ്പോൾ ലൈവ് ഒക്കെ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അനുമോളാണ് സ്ക്രീൻ സ്പേസ് കൂടുതൽ എടുത്തേക്കുന്നത് എപ്പിസോഡിനകത്ത്. ലൈവിൽ ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷേ എപ്പിസോഡിനകത്ത് കൂടുതൽ സ്ക്രീൻ സ്പേസ് അമ്പലത്തിൽ മറ്റേ ചെണ്ടമേളമാണ്. മ്യൂസിക് ഇരുന്നോട്ടോ കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഗൂഗിളുകാർ അടിച്ച് കളയാണ്ടിരുന്നാൽ മതി. അപ്പോൾ അനുമോള് സ്ക്രീൻ സ്പേസ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ ഇടയ്ക്ക് പോയിട്ട് അനുമോള് അവരുമായിട്ട് അടുക്കാനും അല്ലെങ്കിൽ അടിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഈവൻ അനീഷിൻ്റെ അടുത്ത് പോലും. അത് ശ്രദ്ധിച്ചായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അനീഷിൻ്റെ അടുത്ത് പോയിട്ട് അനുമോൾ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും അനുഭവമുണ്ട്. ഏതൊരു ഏരിയയിൽ ഇപ്പോൾ ജിസേലുമായിട്ട്, ഷാനവാസുമായിട്ട്, അക്ബറുമായിട്ട്, നെവിനുമായിട്ട്, ആര്യനുമായിട്ട്, അനീഷുമായിട്ട്, എല്ലാവരും. ഇനി അനീഷ് എനിക്ക് തോന്നുന്നു അനുമോള് ഇനി കൊമ്പ് ഓർക്കാനുള്ളത് ബിന്നിയുമായിട്ട് മാത്രമാണ്. ഇതിനകത്ത് എനിക്ക് ഞാൻ അനുമോൾ ഒരു കണ്ടസ്റ്റൻസ് ആയിട്ട് പോലും കൂട്ടിയിട്ടില്ല. കാരണം പുള്ളിക്കാരി എന്ത് പറഞ്ഞാലും പോയിരുന്ന് കരയുക, തൊട്ടാവാടി, അങ്ങനെ ഒരാൾക്ക് പറ്റിയൊരു ഷോ അല്ല ഈ ബിഗ് ബോസ്. ഇത് കഴിഞ്ഞ തവണ മറ്റേ നോറ ചെയ്ത പോലെ കിടന്ന് മോങ്ങലോട് മോങ്ങൽ. അത് ഒന്നാമത്തെ സീൻ. രണ്ടാമത്തെ സീൻ അനുമോൾ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അക്ബറിന്റെ നോട്ടം ശരിയല്ല, അവന്റെ അത് ശരിയല്ല. അല്ല, അതിനകത്ത് വേറെ കാര്യമുണ്ട്. അക്ബറിന്റെ നോട്ടം ശരിയല്ല. ഒരു പക്ഷേ അനുമോൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, അത് കൺവേ ചെയ്യാൻ അനുമോൾക്ക് പറ്റിയതായിരിക്കും, പറ്റാതെ പോയതായിരിക്കും. ആ ഫ്രേസ് കറക്റ്റ് ആയിട്ട് വന്നു. അതെ, അത് അക്ബറിന്റെ ലൈഫിനെ വരെ ബാധിക്കാവുന്ന കാര്യമാണ്. അത് വേറെ കാര്യം. പുള്ളി മാരേജ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അനുമോൾ അങ്ങനെ, എനിക്ക് അനുമോളെ ഒരു വാല്യബിൾ കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആസ് എ പേഴ്സൺ എനിക്കറിയില്ല. ഈ ഷോയ്ക്ക് ക്യാപ്റ്റാന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരി. എന്റെ അഭിപ്രായം കേട്ടോ. ചിലപ്പോൾ പുള്ളിക്കാരി ആയിരിക്കും കപ്പടിച്ചോണ്ട് ആ ഒരു സാധനം കൊണ്ട് നിലനിൽക്കുന്നത്. ഈ ഒന്ന് പുള്ളി കരയാത്തൊക്കെ അവരുടെ സീനാണ്. പക്ഷെ ഗെയിമിനകത്ത് ആൾക്ക് ആ ഒരു അതുപോലെ അനുമോളുടെ കാര്യം പറയുമ്പോൾ തനിക്ക് തോന്നിയോ കഴിഞ്ഞ ദിവസം അനീഷിന് വേണ്ടി കളിച്ചപ്പോൾ അനുമോളും അപ്പാനും കളിച്ചപ്പോൾ ഇവര് ആ ഗെയിം പ്രോപ്പറായിട്ട് കളിച്ചെന്ന് തോന്നിയോ? രണ്ടാമത്തെ ഗെയിം ഫസ്റ്റ് ഗെയിം എനിക്കത് എന്തോ കള്ളക്കളി അതിനകത്ത് ഫീൽ ചെയ്തു. കാരണം വേറൊന്നും കൊണ്ടല്ല, റൂള് കറക്റ്റായിട്ട് കേട്ടിട്ടാണ് ഇവർ കളിക്കാൻ പോകുന്നത്. ആ കളിക്കാൻ പോയ വ്യക്തികൾ താക്കോലെടുക്കാൻ ലേറ്റ് ആയി എന്നുള്ള ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ കാര്യം, തിരിയാത്ത പോലെയാണ് കാണിക്കുന്നത്. അത് 2-3 പ്രാവശ്യം ബിഗ് ബോസ് എടുത്ത് കാണിക്കുകയും ചെയ്തു ആ സാധനം. ചിലപ്പോൾ മിക്കവാറും ലാലോട്ട് വരുമ്പോൾ ചോദിക്കും, കാരണം അതൊരു വിഷയമായല്ലോ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് അനുമോള് ഫുൾ ഗിയർ ഇടാന്താണ് ചാടാൻ പോകുന്നത്. റൂൾ ആയിരിക്കണം എന്ന് പറയാം. നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ കാണുന്ന പഠിപ്പി ബുജി. അല്ല, അത് അനു ചെയ്ത് വളരെ മോശമായി. കാരണം ഫുൾ ഗിയർ ഇട്ടിട്ട് അപ്പോൾ അത് ടെൻഷൻ കൊണ്ടാണ് മറ്റാണ് മറിച്ചാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് അത് ആ റൂൾ ഫോളോ ചെയ്യാന്നുള്ളതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി. അത് ചെയ്തില്ല, അത് തെറ്റ് തന്നെയാണ്. അടുത്ത ആര്യൻ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആര്യനെ കുറിച്ച് ഞാൻ പറയാം. ആര്യൻ, ഞാൻ ശരിക്കും വിചാരിച്ചത് അർജുനെ പോലെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി കൂടുന്ന ആളായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ ഏത് ഫിസിക്കൽ ഗെയിം എടുത്ത് നോക്കിയാലും ആര്യന്റെ പ്രസൻസ് അതിനകത്തുണ്ട്. ആര്യൻ അതിനകത്തെല്ലാം വിൻ മെറ്റീരിയലാണ്. പിന്നെ ഈ പറയുന്ന പോലെ അനീഷിന്റെ കഴുത്തിൽ നിന്ന് ഒന്ന് വലിച്ചു പറിക്കുന്നു അനീഷ്. അതായത് തിരിച്ച് നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ചൊറിയുന്നൊരു ചൊറി ആര്യൻ ചൊറിയുന്നുണ്ട്. ആ ഗ്ലാമർ സാധനം മാത്രമല്ല. എനിക്ക് ആര്യനെ കുറിച്ചൊന്നും പറയാൻ പറ്റാത്ത, ഞാൻ എപ്പിസോഡ് മാത്രം കൂടുതൽ കണ്ടിട്ടുള്ളതാണ്. കാരണം എപ്പിസോഡിൽ ആദ്യം അങ്ങനെ കാണിക്കുന്ന കുറവാണ്. ലൈവിലാണ് കൂടുതലും ആര്യൻ പെർഫോമൻസ്. ആര്യൻ അത്യാവശ്യം ഒരു തമാശച്ചൊറിയുണ്ട്. അതോടൊപ്പം ടാസ്കിൽ പുള്ളി കിഡിലുമായിട്ട് പറയും. ഏത് ടാസ്ക് എടുത്ത് നോക്കിയാലും ടോപ്പ് 3 ആര്യനുണ്ട്.
അപ്പോൾ എഫേർട്ട് ഇടുന്നുണ്ട്. ഇനി ആളുടെ ക്യാരക്ടർ എന്താണെന്നറിയില്ല. ക്യാരക്ടറിനെ കുറിച്ച് മോശവും നല്ലതും എല്ലാം ഇനി ഈ 1000 വേണ്ടി ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു സീരിയലിൽ. അതുകൂടെ ഞാൻ പറയാം. ആ സീരിയലിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. നായികയുടെ കൂട്ടുകാരനായിട്ട് വന്നപ്പം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് ബിൻസി. ബിൻസി, RJ ബിൻസി അങ്ങനെ പറയണം. RJ ബിൻസി അതെ, മനസ്സിലായല്ലോ. RJ ബിൻസിയെ കുറിച്ച് പറയുവാണെങ്കിൽ RJ ബിൻസി ഷൈത്തിയും ഏകദേശം ഒരേപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിൽ ഇരുന്നിട്ട് കഥ പറയുന്ന രണ്ട് വ്യക്തികളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് എനിക്ക് ഇനി അറിയില്ല. ഇനിയിപ്പം ഈ ഒരു ലാസ്റ്റ് ടാസ്കിൽ അനീഷിന്റെ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത് ഇതുവരെ കണ്ട പ്രകടനം മാത്രം. തീർച്ചയായിട്ടും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ ചെയ്യാം. എന്താവും അറിയില്ല. കാരണം ഇവരുടെ ശരിക്കുള്ള മുഖം പുറത്തേക്ക് എക്സ്പോസ് ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ അനാലിസിസ് മാത്രമേ പറയാം. ലാസ്റ്റ് ടാസ്കിൽ അനീഷിന് വേണ്ടി ശൈത്യാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് എന്താവും അറിയില്ല. അപ്പം അതുപോലെ ബിൻസിയും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമായിരിക്കാം. എനിക്കത് ആ ഒരു കാര്യം പറയാനുള്ളൂ ബിൻസിയെക്കുറിച്ച്. എനിക്ക് പറയാനാണ്, ബിൻസി അത്യാവശ്യം ആക്റ്റീവാണ്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ബിൻസിയിൽ എനിക്ക് തോന്നിയൊരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ, എന്നെ ആരും ഡി എന്ന് വിളിക്കരുത്, പക്ഷെ ഞാൻ ഡാ പോടാന്ന് വിളിക്കും. അത് ഷാനവാസിൻ്റെ നിന്ന് കിട്ടിയത് അർഹിച്ച സാധനമാണ്. അത് ഞാൻ ആഗ്രഹിച്ചിരുന്ന സാധനം. ആവശ്യമില്ല. അതിപ്പോൾ മറ്റേ നെവിനെ ചൊറിഞ്ഞതായാലും അനാവശ്യമായ ഒരു ചൊറി ഉണ്ടാക്കിയത്. അത് തൊട്ട് മുന്നേ കാണിക്കുന്നത് ഇവർ തമ്മിൽ മറ്റേ സ്നേഹമാണ്. ഐ ലവ് യു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് ബിൻസി ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു ഫിക്സഡ് ആറ്റിറ്റ്യൂഡ് ഇല്ല. സ്ക്രീൻസ് ഇത് പറയുന്ന പോലെ തന്നെ ഈ ജെന്യുവിനിറ്റി കാണിക്കുന്നില്ല. അവര് ഞാൻ ക്യാമറയിൽ ഫോക്കസ് ആകണം എന്നുള്ളത് കൊണ്ട് കാണിക്കുന്നത്. ബാക്കി പകുതി മാസ്റ്റർ മൈൻഡ് മനുവിലായിരിക്കും. രണ്ടും കണ്ടിട്ട് എൻ്റെ ചാനലിൽ കമന്റ് ഇടണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ വീണ്ടും കമന്റ് ഇടുക. അതെ, വീണ്ടും കമന്റ് ഇടുക. എന്താ സംഭവം അറിയാം, ഒരാൾ കൊട്ടിയത്താണ്, ഒരാൾ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പോസിബിലിറ്റി കുറവായതുകൊണ്ടാണ്. ഇത് കഴിയുമ്പോൾ അറിയാം ഇങ്ങനെ ചെയ്യണോ വേണ്ടോ. സത്യം. അപ്പോൾ പോസിബിലിറ്റി കുറവായതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ മനു ഇങ്ങോട്ട് വരുമ്പോഴോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സോ അപ്പോൾ വേറെ ഒന്നുമില്ലെന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തും. മറ്റൊരു വീഡിയോ ആണെന്നല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ആരെ? 2 പേര്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഓക്കെ ഇല്ല പിള്ളേച്ചൻ കള്ളം പറയുന്നത്. ബൈ.